പാറു അഗ്നിയുടെ ഓഫീസിലേക്ക് കയറിയതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ അവളുടെ അകത്തേക്ക് കയറാൻ കൈക്കൊണ്ട് കാണിച്ചു. അവൾ അകത്തേക്ക് കയറിയതും അവൻ അവളുടെ അടുക്കലേക്ക് വന്നു. എന്താ ഭാര്യയെ, ഇവിടേക്ക് എന്നെ കാണാനാണോ എന്ന് ചോദിച്ച് അവൻ ഡോർ ലോക്ക് ചെയ്തു. എന്തോ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് പരവേശം തോന്നി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഡോ, താൻ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? AC ഓണാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ചുവടുവെക്കുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ചുമരിൽ തട്ടി നിന്നതും അവൾ അവനെ ദയനീയമായി നോക്കി. നീ രാവിലെ ആരെയോ തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ആരെയാണ് നോക്കിയിരുന്നത്? എന്നെയാണോ എന്നവൻ ആർദ്രമായി ചോദിച്ചതും അവൾക്ക് അവനെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അത് പിന്നെ എന്നവൾ വിക്കി വിക്കി പറഞ്ഞതും നിനക്ക് എന്ന് മുതലാണ് ശിവ വിക്ക് തുടങ്ങിയത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവൾക്ക് അവൻ്റെ പ്രവൃത്തി ദേഹം തളരുന്നത് പോലെ തോന്നി. എനിക്കറിയാം ശിവ, നീ ഇന്ന് അണിഞ്ഞൊരുങ്ങി വന്നതും എനിക്ക് വേണ്ടിയിട്ടാണ്. നീ രാവിലെ തിരഞ്ഞതും എന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ആ ഡേവിഡ് കയറി വന്നത് എന്നവൻ പറഞ്ഞ് അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട പെണ്ണേ, ആ സമയം ഞാനുണ്ടായിരുന്നു അവിടെ. അവനിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടി വരാൻ നിന്നപ്പോഴേക്കും എൻ്റെ പെങ്ങൾ അവനിട്ടൊന്ന് പൊട്ടിച്ചു. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ ചോദ്യഭാവത്തിൽ നോക്കി. നീ സംശയിക്കേണ്ട, നന്ദുവിനെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. പക്ഷേ അത് നിന്നിലൂടെ മാത്രമുള്ള ബന്ധമല്ല, നിന്റെ ആങ്ങളയിലൂടെയുള്ള ബന്ധമാ എന്നവൻ പറഞ്ഞതും അവൾ വീണ്ടും അവനെ നെറ്റിച്ചുളിച്ചു നോക്കി. എൻ്റെ പെണ്ണെ, നിനക്കിപ്പോൾ 2 ദത്ത് സഹോദരന്മാരില്ലേ? അതിൽ ആദിക്ക് നിന്റെ നന്ദുവിനോട് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് തിരിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് ചോദിച്ചറിയേണ്ട ഉത്തരവാദിത്തം അത് നിന്റെയാണ്. അവൻ അവളെ കെട്ടിയാൽ അവൾ എനിക്ക് പെങ്ങൾ തന്നെയല്ലേ എന്നവൻ പറഞ്ഞു നിർത്തിയതും അയ്യോ ഞാനോ? എനിക്ക് പേടിയാ. അവളെങ്ങാനും അറിഞ്ഞ ബുദ്ധിയില്ലാത്ത കൊച്ച പിടിച്ചാ നിൽക്കില്ല എന്നവൾ പറഞ്ഞതും അഗ്നി പൊട്ടിച്ചിരിച്ചു. ചിരിക്കണ്ട, അവൾ രാവിലെ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എന്ന് പറഞ്ഞ് അവൾ നന്ദു പറഞ്ഞതൊക്കെ അവനോട് പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അവൾ വരട്ടടി, അവളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ വരണ്ട് അവളുടെ ഈ നാത്തൂനെ കൂട്ടാൻ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മൂക്കിലൊന്ന് തട്ടിയതും വരും വരും, നിങ്ങളുടെ കൂടെ എന്തായാലും അവൾ വരും. നിങ്ങളെ കാണുന്നത് തന്നെ പേടിയാ. നിങ്ങളെ കണ്ട അപ്പം അവൾ തലകറങ്ങി വീഴും. ആ അവളാ നിങ്ങളെ വിളിക്കുന്നത് തന്നെ കാലമാടൻ എന്നാ. ആ അവൾ നിങ്ങളുടെ കൂടെ എന്തായാലും വരും എന്നും പറഞ്ഞ് അവൾ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ചിരി അഗ്നിയിൽ സന്തോഷം നിറച്ചെങ്കിലും അവൻ ഗൗരവത്തിൽ ചോദിച്ചു, ഡി, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അഗ്നി ചോദിച്ചതും അവൻ്റെ പെട്ടെന്നുള്ള ഗൗരവത്തിൽ അവളൊന്ന് പേടിച്ച്, ഇത് സൈൻ മേടിക്കാൻ. അതെന്താ? ലീവ് എടുത്തില്ലേ? അതിൻ്റെയാ. നീ എന്തിനാ ലീവ് എടുത്തത് എന്നവൻ ചിരി അടക്കി പിടിച്ച് ചോദിച്ചതും പാർവിന് ദേഷ്യം വന്നു. അതെ, എൻ്റെ ഭർത്താവിനെ ഒന്ന് ഉമ്മിച്ച് കളിക്കാൻ തോന്നി, അപ്പോൾ അതിന് ലീവ് എടുത്തതാ എന്നവൾ ഒരു പുച്ഛം കലർന്ന ചിരിയോടെ അവനോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇപ്പോഴും ഉമ്മിച്ച് കളിക്കാൻ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞവൻ അവളുടെ ഇരു സൈഡിലും കൈകുത്തി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ അവളുടെ വിറയ്ക്കുന്ന ആദരങ്ങളെ തൻ്റേതുമായി കോർത്തു. അവൻ അവളുടെ മേൽചുണ്ട് നുണഞ്ഞ് കീഴ്ചുണ്ട് കടിച്ചു വലിച്ചിരുന്നു. അവളിൽ നിന്നൊരു ശീൽക്കാരം ഉയർന്നു. അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് സോഫയിലേക്ക് കിടത്തി അവൻ അവളിലേക്ക് ചാഞ്ഞു. അപ്പോഴും അവൻ അവളുടെ ആദരങ്ങളെ സ്വതന്ത്രമാക്കിയില്ല. അവൾക്ക് ശ്വാസം വിലങ്ങിയതും അവൾ തൻ്റെ വിരലുകൾ അവൻ്റെ കഴുത്തിൽ ആഴ്ത്തി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നവണ്ണം അവൻ അവളുടെ ആദരങ്ങളെ മോചിപ്പിച്ചതും അവൾ ശ്വാസം എടുത്തതും അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തി. അവളൊന്ന് പുളഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങിയതും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് താഴേക്ക് അമർത്തി. അവൻ തൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ അമർത്തിയതും ദേവേട്ടാ എന്നൊരു വിളിയോടെ അവൾ അവനെ അവളിലേക്ക് അമർത്തി. അവൻ അവളുടെ സാരി മാറിൽ നിന്നും വകഞ്ഞു മാറ്റി. അവൻ്റെ വിരലുകൾ അവളുടെ ആലില വയറിനെ തഴുകിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ നാഭിച്ചുഴിയിൽ തൻ്റെ വിരൽ അമർത്തിയതും അവൾ അവൻ്റെ കഴുത്തിൽ അവളുടെ ചുണ്ടുകൾ അമർത്തി. അവൻ അവളുടെ ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ മാറിൽ കടിച്ചതും ദേവേട്ട വേണ്ട എന്നവൾ വിറച്ചു പറഞ്ഞു. അവൻ ഉയർന്നു പൊങ്ങി അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. ഇപ്പോഴേ ഇങ്ങനെ തളർന്ന എന്നെ മുഴുവനായി അറിയുന്ന നേരം നിന്റെ അവസ്ഥ എന്തായിരിക്കും ഭാര്യയെ എന്ന് ചോദിച്ച് അവളിൽ നിന്നും അകന്നു മാറി. അഗ്നി അവൻ്റെ ഷർട്ട് നേരെയാക്കി. പാറു അവളുടെ സാരിയും. അഗ്നി സോഫയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കാൻ ശ്രമിക്കുന്ന പാറുവിനെ. അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുക്കൽ വന്ന് അവളുടെ വയറിലൊന്ന് തഴുകിയതും അവൾ നെട്ടിപ്പിടഞ്ഞുകൊണ്ട് എണീറ്റു. അവൾക്ക് അവനെ നോക്കാൻ എന്തോ ബുദ്ധിമുട്ടുപോലെ തോന്നി. അവൻ അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി. എന്തിനാ പെണ്ണെ നാണം? നീ എനിക്കുള്ളതല്ലേ. പിന്നെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെങ്കിൽ എന്നവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് തന്നെ അവൾ അവൻ്റെ വാ പൊത്തി അരുത് എന്ന നിലയിൽ തലയാട്ടി. ശരി, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മുഖം ഇങ്ങനെ താഴ്ത്തി വെക്കല്ലേ. അത് പറഞ്ഞു കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. താ എന്ത് എന്നവൾ വിക്കി വിക്കി ചോദിച്ചതും എൻ്റെ പെണ്ണെ സൈൻ ചെയ്യാനുള്ളത് എന്നവൻ പറഞ്ഞതും അവൾ ചുറ്റിനും പരതി. എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? അതെ, അത് കാണാനില്ല എന്നവൾ ചുണ്ടു ചുളുക്കി പറഞ്ഞു.
അത് കേട്ടവൻ അവളുടെ ചുണ്ടിൽ മൃദുവായെന്ന് ചുംബിച്ച് സാരമില്ല വാ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരുത്തി. അവൻ ഒരു പേപ്പറിൽ എന്തോ എഴുതി അതിൽ സൈനും ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതാ ഇത് കൊണ്ടുപോയി കൊടുത്തോ എന്നവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അവിടെ നിന്നും പോയി. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവൾ അവനെ ഒന്നുകൂടെ നോക്കി ചിരിച്ചതും അവൻ അവൾക്ക് ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ എന്ന് പറഞ്ഞു. പോടാ എന്ന് ചുണ്ടനക്കി അവൾ അവിടെ നിന്നും പോയി. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്നും കണ്ടുകൊണ്ടിരുന്ന കണ്ണുകളിൽ പക ആളിക്കത്തി. എന്തോ കൂട്ടിയുറപ്പിച്ചതുപോലെ ആ വ്യക്തി മുന്നോട്ട് നടന്ന് തൻ്റെ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, പൂട്ടിയിരിക്കുന്ന ലാബിലേക്കൊന്ന് വരണം. ഇതൊക്കെ സത്യമാണോ എന്ന് ഡേവിഡ് ചോദിച്ചതും ആ കണ്ണുകൾ തീർത്തും പകപ്പു മാത്രമായിരുന്നു. സത്യമായത് കൊണ്ടാണല്ലോ ഞാൻ നിന്നെ കൂട്ടുവിളിച്ചത്. സൗണ്ടൊന്നും കിട്ടിയില്ല. ഇൻഫാക്ട് ഞാൻ പോലും അത് കേട്ടില്ല. പക്ഷെ അവരുടെ ബന്ധം തെളിയിക്കാൻ ഈ ക്ലിപ്പ് മതിയല്ലോ. ശരി, ഓക്കെ. ഇനി ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് അവളോട് വൈരാഗ്യം ഉള്ളതൊക്കെയോ ശരിയാ, പക്ഷേ ഇനി ഇത് കാരണം കുടുങ്ങരുത്. പ്ലാൻ അത് ഞാൻ പറയാം, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറായി നീ ഉണ്ടാവണം കൂടെ എന്ന് പറഞ്ഞ് അവന് നേരെ കൈനീട്ടി. തീർച്ചയായും ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ കൈ കൊടുത്തു. അവർ രണ്ടുപേരിലും ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. രാവിലെ കോളേജിലേക്ക് എത്തിയത് മുതൽ പാറുവിനെന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നി. ഡി, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അറിയില്ല നന്ദു, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ. എൻ്റെ പാറു, നീ ഒന്ന് വേഗം നടന്നേ. ചിലപ്പോൾ ഇന്നാവും ആൻസർ ഷീറ്റ് തരുന്നത്. മാർക്ക് പിന്നെ നന്നായി എഴുതിയത് കൊണ്ട് കൊട്ടക്കണക്കിനുണ്ടാവും. അതാ ഒരു ടെൻഷൻ എന്നും പറഞ്ഞ് അവൾ പാറുവിനെയും കൂട്ടി വേഗത്തിൽ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് കയറും വഴിയെല്ലാം കുട്ടികൾ പാറുവിനെ തുറിച്ചു നോക്കുന്നുണ്ട്. ചിലരുടെ കണ്ണുകളിൽ പുച്ഛവും, ചിലതിൽ കാമവും, ചിലതിൽ സഹതാപവും. ആകെ മൊത്തം പാറുവിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഡി, എന്താടി എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? നമ്മളെ അല്ലടി, എന്നെയാ. എനിക്കെന്തോ പേടിയാകുന്നു. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ പാറു. വാ, നമുക്ക് ഷാനുവിനോട് ചോദിക്കാം എന്നും പറഞ്ഞ് അവർ വേഗം ക്ലാസ്സിലേക്ക് വിട്ടു. ഡി ഷാനു, എന്ത് സംഭവം? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞ് അവരെയും കൂട്ടി ലൈബ്രറിയിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് അവരെ ഇരുത്തി. ഡി, നിങ്ങൾ ഇന്ന് കോളേജ് ഗ്രൂപ്പ് നോക്കിയില്ലേ? ഇല്ല, എന്താ പ്രത്യേകിച്ച്? അത് പിന്നെ എന്ന് പറഞ്ഞ് ഷാനു അവളുടെ ഫോൺ അവർക്ക് നേരെ നീട്ടി. അതിലെ ദൃശ്യം കണ്ടതും പാറുവും നന്ദുവും ഒരുപോലെ ഞെട്ടി. പാറുവും അഗ്നിയും ഇന്നലെ ഓഫീസിൽ റൂമിൽ വെച്ച് നടന്ന സംഭവങ്ങളായിരുന്നു അതിൽ. ഡി പാറു, എന്തൊക്കെയാടി ഇത് എന്ന് നന്ദു ചോദിച്ചതും പാറു തല താഴ്ത്തി നിന്നു. ഡി പുല്ലേ, കിടന്ന് മോങ്ങാതെ കാര്യം പറയടി. ഇതിൽ അയാളുടെ ഒപ്പമുള്ളത് നീ തന്നെയാണോ എന്ന് നന്ദു ചോദിച്ചതും അതെ, അത് ഞാനും സാറും തന്നെയാ എന്ന് പാറു വിക്കി വിക്കി പറഞ്ഞതും കൊടുത്തു നന്ദു പാറുവിൻ്റെ കരണം നോക്കി ഒരെണ്ണം. ഡി, നീ എന്തൊക്കെയായി ചെയ്തതെന്ന് വല്ല ബോധമുണ്ടോ എന്നവൾ ചോദിച്ചതും പാറു ഒന്നും മിണ്ടിയില്ല. ആഹാ, പ്രിയ മേഡം ഇവിടെ നിൽക്കുമായിരുന്നോ? ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് ചോദിച്ച് അവൻ അവളുടെ അടുത്തേക്ക് വന്നതും അന്ന് റാഗിങ് ചെയ്തവരിൽ അവളെ ചൂഴ്ന്നു നോക്കിയ മുടിയൻ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ ഇവിടെ ഒന്ന് നോക്കിയതിന് അങ്ങേര് എന്തെല്ലാം ഷോ ആണ് ഇവിടെ ഇറക്കിയത്. അങ്ങേരുടെ മാത്രം പ്രോപ്പർട്ടി ആണല്ലേ, അതാ അങ്ങേർക്ക് അത്രയ്ക്കും പൊള്ളിയത് എന്ന് പറഞ്ഞ് അവനൊരു ചിരിയോടെ അവളെ ചൂഴ്ന്നു നോക്കി. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിന്നതും ഡേവിഡ് അവളെ കൈപിടിച്ചു വെച്ചു. അവിടുത്തെ ബഹളം കേട്ട് കുട്ടികളെല്ലാം അവിടെ തടിച്ചുകൂടി. പാറുവിനാകെ സങ്കടം വന്നു. അവൾക്കപ്പോ അഗ്നി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നി. ഡി, നിന്റെ ചേച്ചിയുടെ മോളുടെ ഓപ്പറേഷൻ നടത്താനായിരിക്കും നീ അയാൾക്ക് വഴങ്ങിയത് അല്ലേ? നീ പറ, നിനക്ക് എത്ര രൂപ വേണമെന്ന് ഞാൻ തരാം. പക്ഷെ ഒരൊറ്റ പ്രാവശ്യം നീ എനിക്ക് കൂടെ നിന്ന് തരണം എന്നവൻ പറഞ്ഞതും കൊടുത്തു പാറു അവൻ്റെ കരണം നോക്കി ഒരെണ്ണം. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി റെസ്റ്റ് റൂമിൽ കയറി വാതിലടച്ചു. ഇതേ സമയം ഓഫീസ് റൂമിൽ തലയ്ക്ക് കൈകൊടുത്ത് നിൽക്കുകയായിരുന്നു അഗ്നി. ഡാ, നീ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും വേഗം ചെയ്യാൻ നോക്ക്. പാറു ഇപ്പോൾ വരും. ഡാ, ആരോ നമ്മളെ മനഃപൂർവ്വം കെണിയിൽ പെടുത്തിയ പോലെ. എന്തായാലും അവൻ വിളിക്കട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അവൻ എത്താനുള്ള ടൈമായിട്ടില്ല എന്നും പറഞ്ഞ് അഗ്നി ഇരുന്നതും ആദിയുടെ ഫോൺ റിങ് ചെയ്തും ഒരുമിച്ചായിരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ കേട്ടതും അഗ്നിക്കും ആദിക്കും ദേഷ്യം ഇരച്ചു കയറി. പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും അഗ്നി വേഗം ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടി. ഇതേ സമയം കരഞ്ഞുകൊണ്ട് പാറു അവളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് കണ്ട് വേഗം മുഖം തുടച്ച് പഴയ ലാബിലേക്ക് ഓടി. ഇതേ സമയം ലാബിലേക്ക് എത്തിയ ആദിയും അഗ്നിയും കണ്ടു അവിടെ സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഡേവിഡിനെ. ഡോ എന്ന് ഉറക്കെ അലറി അഗ്നി അവനെ ചവിട്ടിയതും ഡേവിഡ് അഗ്നിയെയും ആദിയെയും കണ്ട് പേടിച്ചു. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, ഇത് എൻ്റെ പ്ലാനല്ല, ഒരാൾ പറഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ എന്നവൻ പറഞ്ഞതും കൊടുത്തു അഗ്നി വീണ്ടും അവനെ. ഡാ, നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ? അവളെ നീ തൊട്ട അന്ന് തന്നെ ഞാൻ നിന്റെ ഈ കൈയെടുക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ അത് ചെയ്യാതെ പോയത് വലിയ തെറ്റായിപ്പോയി എന്നും പറഞ്ഞ് അഗ്നി അവൻ്റെ വലത് കൈ പിടിച്ച് തിരിച്ചു. അവൻ വേദന കൊണ്ട് ഉറക്കെ അലറി.
ആദി, നീ ഇവനെ ആരും കാണാതെ ഓഫീസ് റൂമിലേക്ക് എത്തിക്ക്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞ് എന്നെ അറിയിക്ക്. ഇനി അവരുടെ പ്ലാൻ അല്ല, നമ്മുടെ പ്ലാൻ പടി നടക്കട്ടെ കാര്യങ്ങൾ എന്നും പറഞ്ഞ് അഗ്നി അവനെ ആദിയോട് കൊണ്ടുപോകാൻ പറഞ്ഞ് ഡേവിഡിന്റെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു. അവർ പോയതും അവൻ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. കുറച്ചു കഴിഞ്ഞതും പാറു അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ആരോ ആ ഡോറ് പുറകിൽ നിന്നും ലോക്ക് ചെയ്തു. ആ ശബ്ദത്തിൽ പാറൊന്ന് ഞെട്ടി പുറകിലേക്ക് നോക്കിയെങ്കിലും വേഗം അവൾ അഗ്നിയെ അടുക്കലേക്ക് ഓടി അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ദേവേട്ട, അവർ എന്നെ, നന്ദുവും എന്നെ അടിച്ചു ദേവേട്ട എന്ന് ചെറിയ കുട്ടികളെ പോലെ വിതുമ്പിക്കരയുന്നവളെ കണ്ട് അഗ്നിക്ക് അവളോട് സഹതാപം തോന്നി. അവൻ അവളുടെ തലയിൽ തലോടി. ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്താ എൻ്റെ ഭാര്യയാണെന്ന് ആരോടും പറയാതിരുന്നേ? നീ എന്താ നിന്റെ താലി ആർക്കും കാണിച്ചു കൊടുക്കാതിരുന്നേ? ദേവേട്ടൻ അന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നില്ലേ? അതാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് എന്നവൾ പറഞ്ഞതും അഗ്നിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. തനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം വരെ വേണ്ട എന്ന് വെച്ചവൾ എന്ന് ചിന്തിച്ചതും ആദ്യമായി അവൻ്റെ കണ്ണുകൾ ഒരാൾക്ക് വേണ്ടി നിറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. നീ എന്നെ തോൽപ്പിക്കുകയാണല്ലോ പെണ്ണെ എന്ന് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. വാ, നമുക്ക് പോവാം. പോകണമെങ്കിൽ പുറത്തുനിന്ന് പൂട്ടിയ വാതിൽ ആരെങ്കിലും ഒന്ന് തുറക്കണം എന്നവൻ പറഞ്ഞതും പുറത്തുനിന്ന് പൂട്ടിയിരിക്കേ ആര്? അപ്പോഴാണ് അവൾ അകത്തേക്ക് കയറിയപ്പോൾ വാതിലടഞ്ഞ ശബ്ദം ഓർമ്മ വന്നത്. അവൻ അവിടെ സ്ലാബിൽ കയറി ഇരുന്നതും അവൾ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞതും വാതിലാരോ തുറക്കുന്ന ശബ്ദം കേട്ട് പാറു അവനിൽ നിന്നും അകന്നു മാറി. എന്നാൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആളുകളിൽ അത്ഭുതമായിരുന്നു. അവൻ ആരെയും ശ്രദ്ധിക്കാതെ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവളുടെ ചുറ്റും കൂടി നിന്നവരിൽ മുറുമുറുപ്പ് ഉയർന്നതും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഗ്രൗണ്ടിലുള്ള സ്റ്റേജിലേക്ക് അവളെയും കൂട്ടി നടന്നു. എന്നാൽ അവളുടെ കൂടെ അഗ്നിയെ കണ്ട ഒരു കണ്ണിൽ പകപ്പും വേറൊരു കണ്ണിൽ പകയും ആളിക്കത്തിയിരുന്നു. ഹലോ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതൊക്കെ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൻ പുറകിൽ നിന്ന് പാറുവിനെ മുന്നിലേക്ക് നിർത്തി. തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെയും ഷാനുവിനെയും ദേവി മേഡത്തിനെയും കണ്ട് പാറു തൻ്റെ തല താഴ്ത്തി. ഇത് ശിവപ്രിയ, നിങ്ങൾ കണ്ട വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത് ഇവളാണ് എന്നവൻ പറഞ്ഞു നിർത്തിയതും നാണമില്ല സാറ്, പഠിപ്പിക്കുന്ന കുട്ടിയുടെ കൂടെ, അതും അങ്ങനെ ഛേ എന്നും പറഞ്ഞ് രാഹുൽ മുഖം തിരിച്ചു. ഞാനെന്തിനു നാണിക്കണം മിസ്റ്റർ രാഹുൽ എന്നും പറഞ്ഞ് അവൻ പാറുവിനെ തന്നിലേക്ക് വീണ്ടും അടുപ്പിച്ചു. സാറ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. രാഹുൽ സാർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിപ്രായം എന്നൊരു മറ്റൊരു അധ്യാപകൻ പറഞ്ഞു. സാർ വിവാഹിതനാണോ? യെസ്, ഐ ആം മാരീഡ് എന്നയാൾ പറഞ്ഞതും സാറിൻ്റെ ഭാര്യയെ തൊടലും ചുംബിക്കാറുണ്ടോ? വാട്ട്? എന്ത് ചോദ്യമാണിത് സർ? എൻ്റെ ഭാര്യയെ പിന്നെ ഞാൻ തൊടും ചുംബിക്കും, അതിനെന്താ? അത് വല്ല തെറ്റുവാണോ? അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്നയാൾ ചോദിച്ചതും ബന്ധം ഉണ്ടല്ലോ സർ. ദേ, ഈ നിൽക്കുന്നവൾ എൻ്റെ ഭാര്യയാണ്. ഷീ ഈസ് മൈ വൈഫ് എന്നും പറഞ്ഞ് അവൻ അവളുടെ ടോപ്പിലിടയിൽ മറച്ചു വെച്ചിരുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു. സോ ഗൈസ്, മീറ്റ് മൈ വൈഫ് മിസസ് ശിവപ്രിയ അഗ്നിദേവ്.